അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി തമ്മിൽ നിലനിൽക്കുന്ന അതിശക്തമായ പോരാട്ടം ലോകത്തെ മറ്റൊരു മഹായുദ്ധത്തിന്റെ വക്കിലേക്ക് എത്തിച്ചിരിക്കുക കൂടിയാണ്. ലോകത്തെ മുഴുവൻ മുൻപിൽ നിർത്തുന്ന അത്തരത്തിലുള്ള വധശ്രമങ്ങളും ഇറാന്റെ മണ്ണിൽ അമേരിക്ക നടത്തുന്ന രഹസ്യ നീക്കങ്ങളും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയുണ്ടാക്കുന്നുമുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഖാംനെയി എന്നത് ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് നിലവിലെ സാഹചര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. അത്രയും വലിയൊരു ഓപ്പൺ ചെക്ക് വെച്ചതോടുകൂടി ട്രംപിന് സത്യം പറഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങളെല്ലാം എത്തി നിൽക്കുന്നത്. ഇതിനിടയിലാണ് ഇറാനിലെ ഇന്ത്യൻ എംബസി അവിടെയുള്ള ഇന്ത്യൻ പൗരന്മാരോട് എത്രയും വേഗം നാട്ടിലേക്ക് മടങ്ങാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നെന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ട്രംപ് ഭരണകൂടം വളരെ രഹസ്യമായി ഖാംനെയെയും അദ്ദേഹത്തിൻ്റെ മകനെയും വധിക്കാനുള്ള ക്രൂരമായ പദ്ധതി തയ്യാറാക്കിയെന്നും എന്നാൽ ആ സ്കെച്ച് അബദ്ധവശാൽ പുറത്തായതോടെ പദ്ധതി താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുകയാണെന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഖാംനെയുടെ ജീവൻ ഇത്രത്തോളം അപകടത്തിലാണോ എന്നുള്ള ചോദ്യം ഉയരുമ്പോഴും ഇറാൻ ഇതിനെയൊന്നും ഗൗരവമായി കാണുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഈ ഖാംനെയെ വധിക്കുന്ന തരത്തിലേക്കുള്ള അല്ലെങ്കിൽ തരത്തിലൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ ഏറ്റവും വലിയ സംശയമായി നിലനിൽക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ തകർക്കാൻ ശ്രമിക്കുന്നത് ഒരു പുതിയ സംഭവമൊന്നുമല്ല. ഇതിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള ആസൂത്രണങ്ങളാണ് പിന്നാമ്പുറങ്ങളെല്ലാം നടന്നു വരുന്നത്. ഇറാനിൽ വലിയ രീതിയിലുള്ള സൈനിക നീക്കങ്ങൾ അമേരിക്ക ലക്ഷ്യമിടുന്നുണ്ട് എന്നുള്ള സൂചന ലഭിച്ചതോടെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോഴ്സ് അതായത് RGC പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 10 ചാര ഏജൻസികളെ പരിശീലനം ലഭിച്ച കൊലയാളികളെ ഇറാനിലേക്ക് കടത്തിവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. മൊസാദൊക്കെ പോലുള്ള ഏജൻസികളിൽ നിന്നും പ്രത്യേക പരിശീലനം ലഭിച്ച മിലിറ്റന്റുകളെ ഫയർ ചെയ്ത് അല്ലെങ്കിൽ അവർ ഹയർ ചെയ്ത് അവർക്ക് വിദേശത്തേക്ക് വെച്ച് കൂടുതൽ ട്രെയിനിങ് നൽകി ഇറാനിലേക്ക് വിട്ടിരിക്കുകയാണെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇവർ തന്നെ ഇറാനിൽ ആഭ്യന്തര കലാപം സൃഷ്ടിക്കാനും ആ കലാപത്തിനിടയിൽ സർക്കാരിനെതിരെ ജനങ്ങളെ തിരിച്ച് ഭരണകൂടത്തെ തകർക്കാനുമാണ് ഈ ശ്രമങ്ങളെല്ലാം. ഈ ആഭ്യന്തര കലാപത്തിനിടയിൽ നടന്ന കൊലപാതകങ്ങൾ പലതും സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ചതിന് ശേഷം ജനങ്ങൾക്കിടയിൽ ഖാംനെയ്ക്കെതിരെ വലിയ തോതിൽ വിദ്വേഷം പ്രചരിപ്പിക്കാനാണ് ഇവർ ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഈ ഗൂഢാലോചനയുടെ ഭാഗമായി ഇതിനകം തന്നെ ഏതാണ്ട് 30,000-ഓളം പേർ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇറാൻ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും ചില ആശുപത്രി രേഖകളും വാർത്താ നെറ്റ്വർക്കുകളും പുറത്തുവിടുന്ന കണക്കുകളെല്ലാം ഇത് തന്നെയാണ്. ഒരു രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി അവിടെ അമേരിക്കൻ സൈന്യത്തെ പ്രവേശിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നതായിരുന്നു ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും പ്രധാനമായ ലക്ഷ്യമെന്നത്. ട്രംപും നെതന്യാഹുവും ചേർന്നെടുത്ത അജണ്ട 3 ഘട്ടങ്ങളായിരുന്നു എന്ന് കൂടി മനസ്സിലാക്കണം. ഒന്ന്, ഇറാനിലൊരു അസന്തുലിതാവസ്ഥയും അരക്ഷിതാവസ്ഥയും ഉണ്ടാക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, അവിടേക്ക് അമേരിക്കൻ സൈന്യം നേരിട്ട് പ്രവേശിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തതും പ്രധാനപ്പെട്ടതും കാര്യം അവിടുത്തെ വിധ്വംസക ശക്തികളെ ഉപയോഗിച്ച് ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് ഇറാനിലെ ഇന്ത്യൻ എംബസി അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. മേഖലയിലെ സംഘർഷം ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെട്ടേക്കാമെന്ന കണക്കൂട്ടലാണ് ഇന്ത്യക്കാരോട് നാട്ടിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഖാംനെ എന്ന നേതാവിൻ്റെ അസാമാന്യമായ മനക്കരുത്തിന് മുന്നിൽ ഈ പദ്ധതികൾ പാളിപ്പോകുന്ന കാഴ്ചയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. താൻ ഒളിവിലാണെന്നും ബങ്കറിലാണെന്നും അമേരിക്കൻ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന ഖാംനെയി രാജ്യത്തിൻ്റെ അഭിമാനത്തെക്കുറിച്ചും പരമാധികാരത്തെക്കുറിച്ചും സംസാരിച്ചത് ഇറാന്റെ തെരുവുകളിൽ വലിയ ആവേശം സൃഷ്ടിച്ചിട്ടുമുണ്ട്. രാജ്യത്തിൻ്റെ സുരക്ഷയാണ് വലുതെന്നും പാശ്ചാത്യ ശക്തികൾ കീഴടങ്ങില്ലെന്നും അല്ലെങ്കിൽ അത്രത്തോളമുള്ള ശക്തികൾക്ക് കീഴടങ്ങില്ല എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചതോടെ ലക്ഷക്കണക്കിന് ആളുകൾ രാജ്യത്തിനായി തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമുണ്ടായി. അമേരിക്കൻ സൈന്യത്തെ പ്രതീക്ഷിക്കുന്ന പ്രക്ഷോഭകരിൽ പോലും ഖാംനെയുടെ പ്രസംഗത്തിന് പിന്നാലെ ട്രംപിനെതിരെ തിരിയുന്ന കാഴ്ചയാണ് കാണേണ്ടി വന്നത്. ഇതോടെ ഇറാനിൽ വിദേശ സൈന്യത്തിന് ഇറങ്ങാനുള്ള വഴി പോലും അടഞ്ഞിരിക്കുകയാണ്. ഖാംനെയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ 3ാമത്തെ മകനാണ് ഭരണ ചുമതലകൾ ഏൽക്കാൻ പോകുന്നത് എന്നതുകൊണ്ട് തന്നെ ആ വംശത്തെ തന്നെ ഇല്ലാതാക്കാനാണ് അമേരിക്ക പദ്ധതിയിട്ടിരിക്കുന്നത്. ഖാംനെയ് ഭരണ ചുമതലകൾ മകന് കൈമാറിയതായി വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് മകനെയും വധിക്കാനുള്ള സ്കെച്ച് തയ്യാറാക്കിയിരിക്കുന്നത്. എന്നാൽ വെനിസ്വേലയെ തകർത്തതുപോലെ ഇറാനെ തകർക്കാമെന്ന ട്രംപിന്റെ വ്യാമോഹം ഇവിടെ നടപ്പിലാകുന്നില്ല. ഇറാൻ എന്നത് വെനിസ്വേല പോലെ ഒരു എളുപ്പത്തിൽ തൊടാൻ കഴിയുന്ന ഒരു രാജ്യമല്ല. മറിച്ച് ഇറാൻ സൈനികമായും സാങ്കേതികമായും വളരെ കരുത്തുറ്റത് കൂടിയാണ്. തങ്ങളുടെ ജീവൻ ഭീഷണിയിലാണെന്ന റിപ്പോർട്ടുകൾ അമേരിക്ക തന്നെയാണ് പുറത്തുവിടുന്നതെന്ന് ഖാംനെയും കൂട്ടരും കരുതുകയും ചെയ്യുന്നുണ്ട്. ഇത് തങ്ങളെ ഭയപ്പെടുത്താനുള്ള ഒരു അടവ് മാത്രമാണെന്നാണ് അവരുടെ പക്ഷവും. എങ്കിലും സൈനിക നീക്കങ്ങൾ ശക്തമായതിനാൽ തന്നെ ഇന്ത്യൻ പ്രവാസികൾക്ക് മേൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുമുണ്ട്. യുദ്ധം വരുമെന്ന് ട്രംപ് ഓരോ തവണ പറയുമ്പോഴും ഇറാൻ നൽകുന്നത് വളരെ കൃത്യമായ മറുപടികളാണ്. അമേരിക്ക തയ്യാറാണെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും എണ്ണപ്പാടങ്ങളും വന്ന് ബിസിനസ് നടത്താനാണ് അവർ വെല്ലുവിളിക്കുന്നത്. എല്ലാ കുറ്റവും ഇറാന്റെ മേൽ ചാർത്താൻ നോക്കുന്ന അമേരിക്കയോട് നിങ്ങൾ ഞങ്ങളുടെ പങ്കാളിയായി വരികയാണെങ്കിൽ കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുമല്ലോ എന്നാണ് ഇറാൻ ഇപ്പോൾ വാദിക്കുന്നതും ചോദിക്കുന്നതും. ഇത് ട്രംപിനെ വലിയ പ്രതിരോധത്തിലേക്ക് ആക്കിയിരിക്കുക കൂടിയാണ്. താൻ ലോക നേതാവാണെന്നും തനിക്കൊപ്പം ഇസ്രായേലും ബ്രിട്ടനും ഉണ്ടെന്നും പറഞ്ഞ് അത്തരത്തിലുള്ള
പറച്ചിലൊക്കെ നടത്തി ഭീഷണിപ്പെടുത്തി ഇറാനെ സറണ്ടർ ചെയ്യിപ്പിക്കാമെന്നാണ് അമേരിക്ക കരുതുന്നത്. എന്നാൽ ഒരു സാധാരണ ഗുണ്ടയെ കണ്ട് പേടിക്കുന്നത് പോലെ ഖാംനെയി അമേരിക്കയെ ഭയപ്പെടുന്ന പോലുമില്ല. പടക്കപ്പലുകൾ ഇറക്കി ഇറാനെ വിരട്ടാൻ നോക്കിയ ട്രംപിന് മുന്നിൽ ആ കപ്പലുകളെ തകർക്കാനുള്ള സംവിധാനങ്ങൾ ഇറാൻ പുറത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മരണത്തെ ഭയമില്ലാത്ത ഒരു ജനതയാണ് ഇറാൻ്റെ എന്ന് കൂടി ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇറാൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം രക്തസാക്ഷിത്വം എന്നത് മഹത്തരമായ കാര്യം കൂടിയാണ്. ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന അമേരിക്കൻ സൈനികർക്ക് മുന്നിൽ സ്വർഗത്തിൽ പോകുമെന്ന് വിശ്വസിച്ച് മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഇറാൻ സൈനികർ വലിയ വെല്ലുവിളി കൂടിയാണ്. കാരണം മരിക്കാൻ അവർക്ക് യാതൊരു മടിയുമില്ല. അവർ പറയുന്നത് ഞങ്ങൾ മരിച്ചിട്ടായിരുന്നാലും ഞങ്ങളുടെ രാജ്യത്തെ പൊന്നുപോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുമെന്നും നോക്കുമെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഖാംനെയി കൊല്ലപ്പെട്ടാൽ പോലും പിന്നീട് രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന കൃത്യമായ പ്ലാൻ അവർ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ വിരട്ടലുകൾക്ക് മുന്നിൽ അവർ കീഴടങ്ങുന്നില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ സാഹചര്യം മുന്നിൽ കണ്ടാണ് ഇന്ത്യ മുൻകരുതലെടുക്കുന്നത്. യുദ്ധമുണ്ടായാൽ 10,000-കണക്കിന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുക എന്നുള്ളത് വലിയ കടമ്പയായതിനാൽ തന്നെ ഇപ്പോഴേ മടങ്ങാനുള്ള ഉപദേശം നൽകുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഒരു വശത്ത് ഖാംനെയെ വധിക്കാൻ ട്രംപ് ശ്രമിക്കുമ്പോൾ മറുവശത്ത് ട്രംപിന്റെ വസതിയിൽ അജ്ഞാതർ കയറുന്നതും അദ്ദേഹത്തിന് നേരെ വധശ്രമങ്ങൾ ഉണ്ടാകുന്നതുമെല്ലാം അമേരിക്കയെ ആശങ്കയിലാഴ്ത്തുന്നുമുണ്ട്. ലോകത്തിന്റെ ഏത് കോണിൽ കയറിയും ആക്രമിക്കാൻ ശേഷിയുള്ള നെറ്റ്വർക്ക് ഇറാന്റെ സൈന്യത്തിനുമുണ്ട്. ഇതിനെയാണ് അമേരിക്ക തിന്മയുടെ അച്ചുതണ്ടെന്ന് വിളിക്കുന്നതും. എന്നാൽ ഇറാൻ സ്വയം വിശേഷിപ്പിക്കുന്നത് പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്നും കൂടിയാണ്. ലോകത്ത് നടക്കുന്ന പാശ്ചാത്യ വിരുദ്ധ നീക്കങ്ങളുടെ എല്ലാം ഒരറ്റത്ത് ഇറാൻ ഉണ്ടാകുമെന്ന പേടി അമേരിക്കയ്ക്ക് വലിയ രീതിയിലുണ്ട്. അങ്ങനെ വരുമ്പോൾ തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളിൽ പോലും സുരക്ഷിതമല്ലെന്ന് തിരിച്ചറിഞ്ഞ അമേരിക്ക പല അറബ് രാജ്യങ്ങളിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ കരുത്തിന് മുന്നിൽ പിന്തിരിഞ്ഞോടേണ്ടി വരുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ അമേരിക്കയുടെ സൈന്യവുമുള്ളത്. ട്രംപിന്റെ യുദ്ധഭീഷണികൾ ഇപ്പോൾ ഒരു കോമഡി പോലെയാണ് ലോകം കാണുന്നത്. ഓരോ ചർച്ച പരാജയപ്പെടുമ്പോഴും യുദ്ധം വരുമെന്ന് പറയുന്നതല്ലാതെ പ്രായോഗികമായി ഒന്നും ചെയ്യാൻ ട്രംപിന് കഴിയുന്നുമില്ല. ഖാംനെയി ബങ്കറിലാണെന്ന് പറഞ്ഞതിൻ്റെ പിറ്റേന്നാണ് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്നതും ട്രംപിനെ വലിയ തരത്തിൽ നാണം കെടുത്തുന്നത് കൂടിയാണ്, അല്ലെങ്കിൽ നാണം കെടുത്തുന്നതിന് തുല്യം കൂടിയാണ്. ഖാംനെയും മകനെയും വധിക്കുമെന്ന പുതിയ ഭീഷണിയും ഇത്തരം പരാജയങ്ങൾ മറയ്ക്കാനുള്ള ട്രംപിന്റെ ഒരു അടവാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനിടയിലാണ് ഇന്ത്യക്കാർ എംബസി നൽകിയ നിർദ്ദേശം മേഖലയിലെ അന്തരീക്ഷം എത്രത്തോളം പുകയുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ്. ഇറാൻ എന്നത് ചതുരംഗക്കളത്തിലെ കരുത്തുറ്റ കളിക്കാർ കൂടിയാണ്. സമുദ്രത്തിനടിയുള്ള ഇറാന്റെ സബ്മറൈനുകളും റഷ്യയുടെ ബാക്കപ്പും അമേരിക്കയ്ക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. മരിക്കാൻ തയ്യാറായ ഒരു സേനയ്ക്ക് മുന്നിൽ ഭീഷണി മുഴക്കുന്നതിൽ അർത്ഥമില്ല എന്ന് അമേരിക്കയ്ക്ക് വൈകാതെ തന്നെ തിരിച്ചറിയാനും കഴിയും. വരും ദിവസങ്ങളിലെ ചർച്ചകൾ ഈ സംഘർഷത്തിന്റെ ഗതി നിശ്ചയിക്കുകയും ചെയ്യും. ട്രംപിന്റെ 18ാമത്തെ അടവും പരാജയപ്പെടുകയാണോ എന്നുള്ളതാണ്, അതോ ഇനി ലോകം വലിയൊരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്നാണ് ഇനി അറിയേണ്ടത് മാത്രം. ഖാംനെയെ തൊടാൻ ശ്രമിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം അമേരിക്ക തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന ശക്തമായ താക്കീതാണ് ഇറാന്റെ ഭാഗത്തുനിന്നും ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ എംബസിയുടെ പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം അവിടെയുള്ള ഇന്ത്യക്കാർ തങ്ങളുടെ പാസ്പോർട്ടും യാത്രാരേഖകളും തയ്യാറാക്കി വെക്കേണ്ടത് കൂടിയുണ്ട്. സംഘർഷം രൂക്ഷമായാൽ വിമാനത്താവളങ്ങൾ അടയ്ക്കുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്യും. വരും മണിക്കൂറുകൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഇറാനിലെ പ്രവാസികളുടെ കാര്യത്തിലും നിർണായകമായി തിരിയുകയാണ്. അമേരിക്കയുടെ പതനമാണോ അതോ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഏറ്റവും വലിയ യുദ്ധമാണോ ഇതെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകുകയും ചെയ്യും. ഖാംനെയും ട്രംപും തമ്മിലുള്ള ഈ പോരാട്ടം ഒടുവിൽ എവിടെ ചെന്ന് നിൽക്കുമെന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ലോക രാജ്യങ്ങളെല്ലാം. അവിടെയാണ് ഇപ്പോഴത്തെ ട്രംപ് ഇന്ത്യക്കെതിരെ പോലും തിരിയുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യ ചതിയാണ് നടത്തിയിരിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇറാനിലെ ഇന്ത്യക്കാരോട് എംബസി പറഞ്ഞിരിക്കുന്നത് എത്രയും വേഗം നിങ്ങൾക്ക് പറ്റുന്ന ഏത് നിമിഷവും ഒരു നിമിഷം പോലും പാഴാക്കാതെ എത്രയും വേഗം സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണ് അറിയിച്ചത്. കാരണം യുദ്ധം ഏത് സമയത്തും ഉണ്ടാകാം, അല്ലെങ്കിൽ ഏത് സമയത്തും അവിടെ ഒരു ആക്രമണ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇന്ത്യക്കാർ എത്രയും വേഗം രാജ്യം വിടുക എന്നുള്ളതാണ് അവർ പ്രധാനമായി അറിയിച്ചിരിക്കുന്നത്.